ഇപ്പോൾ പത്രം കാര്യമായിട്ട് വായിക്കുന്നവരെ സംബന്ധിച്ച് ഇന്ന് കാര്യമായിട്ട് വായിക്കാൻ ഒത്തിരി വാർത്തകളൊക്കെ ഉള്ള ഒരു ദിവസം കൂടിയാണ്. മാത്രമല്ല സൺഡേ സപ്ലിമെൻ്റ് ഒക്കെയും വരുന്ന ദിവസം കൂടിയാണ്. അപ്പോൾ നമുക്ക് പത്രവിശേഷങ്ങൾ VS സനോജിനോട് ചോദിക്കാം. സനോജ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സൈദ്. ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് പത്രവിശേഷങ്ങൾ? ഇന്ന് നമുക്ക് ഇന്നലെ കശ്മീരിലുണ്ടായിട്ടുള്ള ഈ എക്സ്പ്ലോസീവ്സ് കൈമാറുന്ന സമയത്തുണ്ടായ അബദ്ധത്തിൽ സംഭവിച്ച സ്ഫോടനം ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യവും മറ്റൊരു കേരളത്തെ സംബന്ധിച്ചിടത്തോളം RSSൻ്റെ ഒരു വലിയ സജീവ പ്രവർത്തകൻ ജീവനൊടുക്കിയ വാർത്തയും ഒപ്പം BJPയുടെ ഒരു നേതാവിനെ മരണം വരെ തടവ് എന്ന് പറയുന്നൊരു ശിക്ഷ. ഇതിനെ ഈ മൂന്ന് പ്രധാനപ്പെട്ട വാർത്തകളിലാണ് ഇന്ന് മലയാളത്തിലെ പത്രങ്ങൾ, ഏതാണ്ട് എല്ലാ പത്രങ്ങളും നിൽക്കുന്നത്. ആ വാർത്തകളിലേക്ക് തന്നെ വരാം. ആദ്യം മലയാള മനോരമ ഈ വാർത്തയെ അവതരിപ്പിച്ചിരിക്കുന്നത്, അതായത് സപ്ലിമെൻ്ററി വോട്ടർ പട്ടികയിൽ രാഷ്ട്രീയ വിവാദം എന്നാണ് മനോരമ പറയുന്നത്. അതിൽ വെട്ടാൻ പട്ടിക എന്ന തലക്കെട്ടിൽ നൽകിയിരിക്കുന്നു. കാരണം ഇത് ഇങ്ങനൊരു വാർത്തയിലേക്ക് പോകുന്നതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനായി തയ്യാറാക്കിയിട്ടുള്ള സപ്ലിമെൻ്ററി വോട്ടർ പട്ടികയിൽ നിന്ന് പാർട്ടി സ്ഥാനാർത്ഥികളടക്കം വെട്ടിനിരത്തപ്പെട്ടിരിക്കുന്നു എന്നാണ്. അത് സംബന്ധിച്ചൊരു വലിയ പ്രശ്നം നിലനിൽക്കുകയാണ്. അപ്പോൾ ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണവ സുരേഷ് പുറത്താവുന്നു. അതുപോലെ കണ്ണൂരിലെ ആന്തൂർ നഗരസഭയിലേക്ക് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ CPMന് മാറ്റേണ്ടി വരുന്നു. ഈ രീതിയിലേക്ക് ഒരു അവ്യക്തതയും മറ്റൊന്ന് ഡിലീഷൻ ധാരാളമായിട്ട് നടന്നു എന്നുള്ളത് സംബന്ധിച്ച ഒരു വാർത്തയിലേക്കാണ് അവർ പ്രധാനമായി പോയിരിക്കുന്നത്. പക്ഷേ ഇതിനെ ക്ലബ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇതിനൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഒന്നാം പേജിൽ, അത് എല്ലാ മലയാള പത്രങ്ങളും വലിയ പ്രാധാന്യത്തിൽ നൽകിയ ആ വാർത്ത എന്ന് പറയുന്നത് അത് സീറ്റ് നിഷേധിച്ചു RSSൻ്റെ പ്രാദേശിക നേതാവ് ജീവനൊടുക്കി എന്നുള്ളതാണ്. BJP RSS നേതാക്കൾക്ക് മണ്ണ് മാഫിയ ബന്ധമെന്ന ആത്മഹത്യാക്കുറിപ്പോടുകൂടെ RSSൻ്റെ വളരെ സജീവമായ ഒരു പ്രവർത്തകനായിട്ടുള്ള പ്രാദേശിക നേതാവ് ജീവനൊടുക്കി. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPയുടെ സിറ്റിംഗ് വാർഡായ തൃക്കണ്ണാപുരത്ത് സീറ്റ് കിട്ടാതെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനൊരുങ്ങിയ ആനന്ദ് K. തമ്പി ആണ് മരിച്ചത്. ഈ വാർത്തയാണ് ഇന്ന് മലയാള മനോരമ ഒന്നാം പേജിൽ വളരെ പ്രാധാന്യത്തോടുകൂടെ നൽകിയിരിക്കുന്നത്. മറ്റൊന്ന്, ഈ വാർത്ത മറ്റു പത്രങ്ങളെ എങ്ങനെ നൽകിയിരിക്കുന്നു എന്നതിലേക്ക് ഞാൻ വരാം. പക്ഷേ മലയാള മനോരമയിൽ കശ്മീർ സ്ഫോടനം വാർത്തയാണ്. പക്ഷേ എങ്കിലും അതിൽ വളരെ പ്രധാനപ്പെട്ടതും ചില പത്രങ്ങൾ മാത്രം നൽകിയതുമായൊരു വാർത്തയുണ്ട്. അത് നമ്മൾ ഇന്നലെ രാവിലെ നമ്മൾ ചാനലിൽ ബ്രേക്ക് ചെയ്തൊരു വാർത്തയാണ്. അത് പശു ഇറച്ചി കഴിച്ചെന്ന് ആരോപിച്ച് മർദ്ദിച്ച ഉത്തർപ്രദേശിലെ ആ കേസിൽ, അഖിലാഖ് വധക്കേസിൽ കുറ്റപത്രം പിൻവലിക്കാൻ UP സർക്കാർ എന്നുള്ളതാണ്. അത് ദാദ്രിയിൽ നമുക്കറിയാവുന്നതാണ്. ഇന്ത്യ മുഴുവൻ ഞെട്ടിപ്പോയ ഒരു കൊലപാതകം. അത് ബീഫ് വീട്ടിൽ സൂക്ഷിച്ചു എന്ന് ആരോപിച്ചാണ്. യഥാർത്ഥത്തിൽ ബീഫ് വീട്ടിൽ സൂക്ഷിച്ചിരുന്നില്ല എന്ന് പിന്നീട് ഈ വീട്ടിൽ നിന്നുള്ള ഈ ഫുഡിൻ്റെ സാമ്പിളുകളുടെ ഫോറൻസിക് പരിശോധനയ്ക്കൊക്കെ ശേഷം വ്യക്തമാകുമ്പോഴത്തേക്കും ഒരു കൊലപാതകം നടന്നിരുന്നു. ആ കൊലപാതകം രാജ്യത്തെ നടുക്കി. അതിനെ തുടർന്ന് പിന്നീട് ഈ ബീഫിൻ്റെ പേരുള്ള കൊലപാതകങ്ങൾ ധാരാളം സംഭവിക്കുകയും ചെയ്തു. ഏതായാലും ആ വാർത്തയിലെ അല്ലെങ്കിൽ ആ സംഭവത്തിലെ പ്രതികളുടെ കുറ്റങ്ങളെല്ലാം തന്നെ പിൻവലിക്കാൻ വേണ്ടി കോടതിയിലേക്ക് നിർദ്ദേശം നൽകാൻ ജില്ലാ കൗൺസിലിന് നിർദ്ദേശം യോഗി സർക്കാർ നൽകിയ വാർത്തയാണ്. ഈ വാർത്ത മറ്റ് പത്രങ്ങളും നൽകിയിട്ടുണ്ട്. മാതൃഭൂമിയിലേക്ക് വന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലീസ് സ്റ്റേഷനിൽ വൻ സ്ഫോടനം, നടുക്കം കശ്മീരിലും എന്ന് പറഞ്ഞുകൊണ്ട് കശ്മീരിലെ ഈ ഫരീദാബാദിൽ നിന്ന് പിടിച്ചെടുത്ത സ്ഫോടക വസ്തുക്കൾ പരിശോധിക്കുന്നതിനിടെ അപകടമുണ്ടായി, 9 പേർ മരിച്ചു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്ത അർഹിക്കുന്ന ഒരു പ്രാധാന്യത്തിൽ വലിയ രീതിയിൽ തന്നെ അത് പ്ലേസ് ചെയ്തുകൊണ്ട് മാതൃഭൂമി ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നു. ഒപ്പം നേരത്തെ പറഞ്ഞ ആ വാർത്ത, അതായത് സീറ്റ് കിട്ടിയില്ല, BJP പ്രവർത്തകൻ ജീവനൊടുക്കി എന്നുള്ള വാർത്ത ഒപ്പം ക്ലബ് ചെയ്തുകൊണ്ട് പാലത്തായി പീഡനം, BJP നേതാവിന് മരണം വരെ തടവ് എന്നുള്ള വാർത്തയും നൽകിയിരിക്കുന്നു. അത് പാനൂർ പാലത്തായിൽ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചെന്ന കേസിൽ അധ്യാപകന് ജീവിതാന്ത്യം വരെ തടവ് വിധിച്ച് കോടതി എന്നുള്ളതാണ്. BJPയുടെ തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കടവത്തൂർ മുണ്ടത്തോട്ടെ കുറുങ്ങോട്ട് ഹൗസിൽ K. പത്മരാജൻ, പപ്പൻ മാഷ് എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നതെന്നാണ് പറയുന്നത്. ഏതായാലും പപ്പൻ മാഷ് ക്കുള്ള ശിക്ഷ, കടുത്ത ശിക്ഷ തന്നെ വിധിച്ചിരിക്കുന്നു. അത് അത്രയും അതിഗുരുതരമായൊരു കുറ്റം നടത്തി എന്നുള്ളതാണ്. ഇതാണ് വളരെ പ്രധാനമായി തന്നെ മാതൃഭൂമി ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നത്. ഒപ്പം നമുക്ക് ഇന്നലെ അറിയാവുന്നതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട സഞ്ജു സാംസൺ ചെന്നൈയിലേക്ക് വരുന്നു. അപ്പോൾ വണക്കം സഞ്ജു എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നാം പേജിൽ വലിയ ആവേശത്തിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ഉൾപേജിലേക്ക് സ്പോർട്സ് പേജിൽ സഞ്ജു ഒരു വലിയ വളരെ രസകരമായ രീതിയിൽ പ്ലേസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഒന്നാം പേജിൽ മാതൃഭൂമി സഞ്ജുവിന് ഒരു ഇടം കൊടുത്തിരിക്കുന്നു. ചേട്ടൻ ആവേശമെന്നും വണക്കം സഞ്ജുവെന്നും ദൈവത്തിൻ്റെ നാട്ടിൽ നിന്ന് സിംഹമടയിലേക്ക് സ്വാഗതമെന്നും ചെന്നൈ സൂപ്പർ കിങ്സ്. ഒപ്പം രാജസ്ഥാൻ റോയൽസ് അവർ
ഞങ്ങളുടെ ചേട്ട ലീഡർ ഗുഡ് ബൈ എന്ന് എഴുതിയ പോസ്റ്റ് ഇട്ടിരിക്കുന്നുവെന്നും പറയുന്നുണ്ട്. ഏതായാലും ഇതാണ് ഈ ഒന്നാം പേജിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് ഈ ബീഹാറുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ ഈ പറഞ്ഞ പോലെ SIRമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളെ ഉൾപേജിൽ അവർ ക്ലബ് ചെയ്തിരിക്കുന്നു. എതിർത്ത രാഷ്ട്രീയ പാർട്ടികൾ SIR തെരഞ്ഞെടുപ്പ് ദിവസം വോട്ടർ പട്ടിക വരുന്നു. അതായത് ഈ SIR കേരളത്തിൽ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട വലിയ പ്രശ്നങ്ങളും സുപ്രീം കോടതിയെ സമീപിക്കാൻ DMKക്ക് ശേഷം CPM തീരുമാനിക്കുന്നു. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ ഓരോ വൈഷ്ണവ അടക്കമുള്ളവരുടെ അല്ലെങ്കിൽ വൈഷ്ണവ അടക്കമുള്ളവരുടെ സ്ഥാനാർത്ഥിത്വം മനുഷ്യത്തിലാവുന്നു. ഈ കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് ബോക്സിൽ വളരെ വിശദമായ രീതിയിൽ മാതൃഭൂമി ഈ വാർത്തയെ അവതരിപ്പിച്ചിരിക്കുന്നു. കൗമുദിയിലേക്ക് പോയാൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ സഞ്ജു ചെന്നൈ സൂപ്പർ കിങ്സിൽ മലയാളി മന്നന് വണക്കം എന്ന് ഒന്നാം പേജിൽ കേരള കൗമുദി നൽകിയിരിക്കുന്നു. ഒപ്പം നേരത്തെ അധ്യാപകൻ പത്മരാജന് മരണം വരെ ജയിൽ എന്നുള്ള വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം കൗമുദി നൽകിയിട്ടുണ്ട്. ഒപ്പം നമ്മൾ ഇന്ന് ഈ ശബരിമല തിരുവിതാംകൂർ ദേവസ്വം ഒപ്പം തന്നെ വലിയ വിവാദങ്ങളിലൂടെ കടന്നു പോകുന്നൊരു സാഹചര്യത്തിൽ K. ജയകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത വാർത്തയും അവർ 7-ാം പേജിൽ പ്രാധാന്യത്തോടുകൂടെ നൽകിയിട്ടുണ്ട്. ഒപ്പം അത് അർഹിക്കുന്ന പ്രാധാന്യത്തിൽ നൽകേണ്ട ഒരു വാർത്ത കൂടിയാണ്. കാരണം ആ രീതിയിലേക്കുള്ള വലിയ രീതിയിൽ ആളുകൾക്ക് ഒരു അവിശ്വാസം അല്ലെങ്കിൽ അവിടുത്തെ പ്രവർത്തനങ്ങളിൽ ദേവസ്വം ബോർഡിൻ്റെ നടപടിക്രമങ്ങളിലൊക്കെ വലിയ രീതിയിൽ വീഴ്ചകളുണ്ടാകുന്നൊരു സാഹചര്യത്തിൽ ആ ഒരു ക്രെഡിബിലിറ്റി ഒരു ഫേസ് ലിഫ്റ്റ് കൂടിയാണ് ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം K. ജയകുമാറിനെ അവിടെ നിയോഗിച്ചു എന്നുള്ളത്. സുപ്രഭാതത്തിൻ്റെ ഒന്നാം പേജിലേക്ക് വന്നാൽ പ്രധാനപ്പെട്ട വാർത്ത അവിശ്വസനീയ വിജയത്തിൽ അവിശ്വാസം ബീഹാർ എന്നാണ്. ബീഹാറിലെ ഈ വിജയം NDA സഖ്യത്തിനുണ്ടായ വിജയത്തിൽ ഇപ്പോഴും കോൺഗ്രസ് ഞെട്ടിയിരിക്കുകയാണ്. ആ മീറ്റിങ്ങുകളെല്ലാം അത് പ്രകടമാണ്. നേതാക്കൾ ഇപ്പോഴും പറയുന്നത് വളരെ അൺബിലീവബിൾ ആയിട്ടുള്ളൊരു വിജയമാണ്. അതിൻ്റെ കണക്കുകൾ പുറത്തുവിടും, അതിനെ സംബന്ധിച്ചുള്ള അന്വേഷണം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഈ വാർത്തയ്ക്ക് പ്രാധാന്യത്തോടുകൂടെ ഏതായാലും സുപ്രഭാതം നൽകിയിരിക്കുന്നു. ഒപ്പം സുശാസൻ ബാബു SIR എന്ന് പറഞ്ഞുകൊണ്ട് നിതീഷ് കുമാറിനെ കുറിച്ച് സുപ്രഭാതം എഡിറ്റ് പേജിൽ ഒരു എഡിറ്റോറിയലും എഴുതിയിട്ടുണ്ട്. ദേശാഭിമാനിയിലേക്ക് വന്ന ദേശാഭിമാനിയുടെ ഒന്നാം പേജിൽ സ്വാഭാവികമായും വരാവുന്ന അല്ലെങ്കിൽ ടോപ്പിൽ വരാവുന്ന വാർത്ത എന്തായിരിക്കും നമുക്കറിയാം. നേതൃത്വം വഞ്ചിച്ചു, RSS നേതാവ് ജീവനൊടുക്കി, BJP നേതാവിന് മരണം വരെ തടവ്. ഈ രണ്ട് വാർത്തകളെയും ദേശാഭിമാനി ആ രീതിയിൽ പ്ലേസ് ചെയ്തിരിക്കുന്നു. ഒപ്പം SIRലേക്ക് CPM സുപ്രീം കോടതിയിലേക്ക് എന്നുള്ള വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം ദേശാഭിമാനി നൽകിയിട്ടുണ്ട്. ഒപ്പം BJP നേതാക്കളുമായി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, അല്ലെങ്കിൽ അത് ദേശാഭിമാനിയുടെ ഒരു വാർത്ത എന്ന് പറയാവുന്ന ഒരു വാർത്ത, തദ്ദേശത്തിലും അവിശുദ്ധ സഖ്യം BJP നേതാക്കളുമായി ചെന്നിത്തലയുടെ രഹസ്യ ചർച്ച എന്ന് പറഞ്ഞുകൊണ്ട് ദേശാഭിമാനി നൽകിയിരിക്കുന്നു. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്ന രീതിയിലേക്ക് തന്നെ ദേശാഭിമാനി ഈ വാർത്തയെ പ്ലേസ് ചെയ്തിരിക്കുന്നു. സഞ്ജുവിൻ്റെ വാർത്ത, ഒപ്പം ബൗളർമാരുടെ വിളയാട്ടം എന്ന് പറഞ്ഞുകൊണ്ട് ഈഡൻ ഗാർഡനിലെ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ക്രിക്കറ്റ്, അതിനും പ്രാധാന്യം നൽകിയിട്ടുണ്ട് പത്രങ്ങൾ. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഇന്ന് മാധ്യമത്തിൻ്റെ ഒന്നാം പേജിലെ വാർത്തയാണ്. അത് ഗസയെ മുറിക്കും എന്നുള്ളതാണ്. വൻ വിഭജന സൈനിക പദ്ധതിയുമായി US പലസ്തീനികളുടെ താമസ കേന്ദ്രം പകുതിയായി ചുരുങ്ങും. ഇത് വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്നു. ഇതൊരു വലിയ പ്ലാനായിട്ട് നേരത്തെ തന്നെ ട്രംപ് പലപ്പോഴായി അവതരിപ്പിച്ചിട്ടുള്ളൊരു കാര്യം. ഏതായാലും ആ രീതിയിലേക്ക് പോകും. ഒപ്പം സഞ്ജുവിൻ്റെ വാർത്തയ്ക്കും മാധ്യമം പ്രാധാന്യത്തോടുകൂടെ നൽകിയിട്ടുണ്ട്. ഇതിൽ ഒരു ഒറ്റ വാർത്ത ശ്രദ്ധിക്കേണ്ടത്, ഫ്ലിപ്കാർട്ടിൻ്റെ വിതരണ കേന്ദ്രങ്ങളിൽ വൻ തട്ടിപ്പ്, 1.61 കോടിയുടെ ഫോണുകൾ ഡെലിവറി ഹബ്ബുകളിലെ ചുമതലക്കാർക്കെതിരെ കേസ്, ഈ ഫോൺ കാണാനില്ല എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട വാർത്ത കൂടി നൽകിയിട്ടുണ്ട്. ജന്മഭൂമിയിൽ ഈ ബീഹാർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ലാലുവിൻ്റെ മകൾ പാർട്ടി വിട്ടതും മുസ്ലിം മേഖലകളിലടക്കം സീമാഞ്ചലിലടക്കം NDA സഖ്യത്തിന് വലിയ രീതിയിലുള്ള മുന്നേറ്റമുണ്ടായ വാർത്ത ജന്മഭൂമി നൽകിയിരിക്കുന്നു. സ്പോർട്സ് പേജിൽ മനോരമ ഈ ലോകകപ്പ് യോഗ്യതാ റൗണ്ടുമായി ബന്ധപ്പെട്ട വാർത്തകളുണ്ട്. ക്രൊയേഷ്യ ലോകകപ്പ് യോഗ്യതയിലേക്ക് ക്രൊയേഷ്യ യോഗ്യത നേടിയിരിക്കുന്നു എന്നുള്ള വാർത്ത. ഒപ്പം സഞ്ജു, പിന്നെ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ക്രിക്കറ്റ് വാർത്തയുണ്ട്. ഹിന്ദുവും സമാനമായി NDAയുടെ സഖ്യത്തിൻ്റെ ബീഹാറിലെ വിജയം അടക്കമുള്ള വാർത്തകൾ നൽകിയിരിക്കുന്നു. ഒപ്പം കശ്മീരിലെ ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട വാർത്തയുണ്ട്. സൺഡേയിൽ ഇന്ന് മംദാനിയാണ് ഹിന്ദുവിൻ്റെ സൺഡേയിലെ അതൊരു വായിക്കേണ്ട ഒരു കാര്യമാണ്. സൊഹ്റാൻ മംദാനി, ദ ഔട്ട്സൈഡർ ഇൻസൈഡർ എന്നുള്ള ഫീച്ചറും കൂടെ നൽകിയിരിക്കുന്നു. ഏതായാലും ഞാൻ തൽക്കാലം നമ്മുടെ സമയക്കുറവ് കൊണ്ടും കൂടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സേതു, ധാരാളം വായിക്കാനുള്ള ദിവസമാണ്. നമ്മുടെ പ്രേക്ഷകർക്കെല്ലാം ശുഭദിനം ആശംസിക്കുന്നു.